കൊല്ലം ചടയമംഗലത്ത് നിന്ന് ഒരു ദുഃഖവാർത്ത വരികയാണ്. അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന കാറും ടൂറിസ്റ്റ് ബസ്സും ഇടിച്ച് 2 മരണം സംഭവിച്ചിരിക്കുകയാണ്. നാഗർകോവിൽ രാധാപുരം സ്വദേശികളായ ശരവണൻ, ഷൺമുഖൻ ആചാരി എന്നിവരാണ് മരിച്ചത്. 3 കുട്ടികൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവർ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, നമുക്കറിയാം തിരുവനന്തപുരം ഇപ്പോൾ വളരെയധികം സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരം ഒരു ദുഃഖവാർത്ത കൂടി നമ്മളെ തേടി എത്തിയിരിക്കുന്നത്. നിലവിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? മറ്റ് വിവരങ്ങളും കൂടി. രാത്രി 11:30 അപകടമുണ്ടാകുന്നത്. ഇപ്പോൾ ചികിത്സയിലുള്ള 3 പേരുടെയും നില, അവർക്ക് ഗുരുതര പരിക്കുകളുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും രാത്രി 11:30 ശബരിമല ദർശനം കഴിഞ്ഞ് നാഗർകോവിൽ ഭാഗത്തേക്ക്, അതായത് ഈ കന്യാകുമാരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ടൂറിസ്റ്റ് ബസ്സുമായി ഇടിച്ചത്. തുടർന്ന് ആ കാറിന്റെ ആ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഭാഗികമായും, അതായത് മുൻഭാഗം മുഴുവനും തകർന്ന നിലയിലാണ്. ഈ മുൻഭാഗത്തിരുന്നവരാണ് 2 പേർ മരിച്ചതായി ആദ്യം വിവരം ലഭിച്ചിട്ടുള്ളത്. ഈ മരിച്ച, അതായത് ശരവണനെയും അതോടൊപ്പം തന്നെ ഷൺമുഖനെയും ഒക്കെ ഇത്തരത്തിൽ അവരെല്ലാം ബന്ധുക്കളാണ്. ഈ കാറിലുണ്ടായിരുന്ന 5 പേരും ബന്ധുക്കളാണ് എന്നുള്ള കാര്യമാണ്. 30 വയസ്സുള്ള ശരവണനും അതോടൊപ്പം തന്നെ 70 വയസ്സുള്ള ഷൺമുഖൻ ആചാര്യയുമാണ് മരിച്ചത്. ഇവർ ദർശനം കഴിഞ്ഞ് മടങ്ങി വരവെ ഇത്തരത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരെ 3 പേരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്നു ഈ ടൂറിസ്റ്റ് ബസ്. തുടർന്നാണ് രാത്രിയോടെ ഈ ഒരു നെട്ടേത്തറയിൽ അപകടമുണ്ടാകുന്നത്. ചടയമംഗലത്തിലെ ജംഗ്ഷന് സമീപമാണ്. എന്തായാലും ബസ് ഈ കാറിൽ ഇടിച്ച ശേഷം മറ്റൊരു മതിലിലേക്ക് ഇടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും രാത്രിയോടുകൂടി തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ചടയമംഗലം പോലീസും സ്ഥലത്തെത്തി ഈ വാഹനത്തിൽ നിന്നും, കാറിൽ നിന്നും ഇവരെ പുറത്തെടുത്ത്, അതായത് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ തന്നെയാണ് ഒരാളുടെ മൃതദേഹമുള്ളത്. തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കും അവിടെ നിന്നും മെഡിക്കൽ കോളേജിലും ഒക്കെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് രാത്രിയോടുകൂടി അറിഞ്ഞത്. എന്തായാലും ഇനി മറ്റുള്ളവരുടെ നില കൂടെ അങ്ങനെ ചികിത്സ നൽകി വരികയാണ്. അവരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നുള്ള വിവരമാണ് വരുന്നത്.